സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സോ നമുക്കൊരു ഗെയിം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇപ്പം അറിഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിം കൂടിയാണ്. തമ്പനയിലും കൂടി കണ്ടിട്ടുണ്ടാവും. OTR2 അല്ലെങ്കിൽ ഓഫ് ദ റോഡ് 2. സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓഫ് ദ റോഡ് ഗെയിം ആൻഡ്രോയിഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാറിന്റെ ഗെയിമാണ് ഈ ഓഫ് ദ റോഡ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. സോ മലയാളത്തിൽ ആദ്യത്തെ വീഡിയോ ഞാൻ തന്നെ ഇടാന്ന് ഞാൻ വിചാരിച്ചു, ഒന്നും നോക്കിയില്ല. അപ്പം ഗെയിമിലേക്ക് പോവാം. അധികം ഒന്ന് സംസാരിച്ചെന്ന് വെറുതെ സമയം കളയണ്ടല്ലോ, എന്തിനാണ്. സോ ഇങ്ങനെ ക്യാമറക്ക് ഇടക്കൊക്കെ നോക്കാനില്ല, ക്യാമറ കൊമ്പത്തായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും നോക്കുക. സോറി. എനിവേ വീഡിയോയിലേക്ക് വരാം. ഹെലികോപ്റ്ററിലാണ് ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാഫിക്സ് കൊള്ളാം, കൂട്ടാൻ പറ്റും തോന്നുന്നു. ബീച്ചിനായിട്ട് ചെറിയ ലാഗൊക്കെ കാണുന്നുണ്ട്. പിന്നെ റെക്കോർഡിങ്ങും കൂടി ഓൺ ആക്കിയോണ്ട് ചെറിയ ലാഗ് ഉണ്ടാവും. ഗ്രാഫിക്സ് അത്ര പോലല്ലോ, കൂട്ടേണ്ടി വരും. ഇൻട്രോ കൊള്ളാം. മറ്റേ നമ്മൾ ആദ്യം ബോട്ടിലേക്ക് വന്നിന്, ഇപ്പൊ നമ്മള് ഹെലികോപ്റ്ററിലാണ്. റിച്ച് ഇത് കീബോർഡിൽ വർക്കാവൂടാ. ഇവരതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കീബോർഡിൽ വർക്കാവുന്നു. മൗസ് ബേസ് സെൻട്രൽ കൊള്ളാം കേട്ടോ. ബേസ് ആയിട്ടുള്ള കൺട്രോളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഗ്രാഫിക്സ് കുറച്ച് കുറവുള്ളായിരിക്കും. കുറച്ച് കുറ്റപ്പെട്ടു കത്തി കയറാൻ കിട്ടുക കിട്ടാണ്ടോ. മ്യൂസിക് വേണ്ട, കോപ്പറേറ്റ് അടിക്കും. അതുകൊണ്ട് മൾട്ടി ഓപ്ഷൻ അച്ചീവ്മെന്റ് ജനറൽ ഓർമ്മില്ല. ഇത്രയുള്ള ഗ്രാഫിക്സ് ഓപ്ഷൻ ഈ ഒറ്റ ഓപ്ഷൻ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. സോ ഇതാണ് അപ്പൊ ഗ്രാഫിക്സ് വരുന്നത്. ചെറിയ സ്റ്റട്ടർ ഉണ്ട്, റെക്കോർഡിങ്ങിന്റെ ആണ്. സോ ഇത് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഫോണിലേക്ക് കളിച്ച് നോക്കിയിട്ടില്ല, ഒരു നിഗമനം. കൊള്ളാം. മറ്റേ കാർഡല്ലേ, ഓരോ മിഷനാണ്. ഫോർ സെയില് കൊള്ളാം. ഇതിൽ ഡാമേജ് ഫിസിക്സ് ഉണ്ട്. ഡാമേജ് ഫിസിക്സ് ഉണ്ട്. അല്ലെ മഡ് ആ വെള്ളം നോക്കിയാ, റിപ്പിൾ എഫക്റ്റ് ആര് വേവ് വരുന്ന നോക്കിയാ. കൊള്ളാം അത് കൊള്ളാം. ആ വേവ് വരുന്ന പരിപാടി കൊള്ളാം കേട്ടോ. നൈസായിക്കണ. ചെറിയ മാപ്പല്ലേ, ചെറുതല്ല. എന്താണത് പണി വെച്ച്. ഇവിടെയാണ് ഇപ്പൊ നമ്മള്. ഇതൊരു ഐലൻഡ്, മിർച്ച് ഐലൻഡ്, നോർമൽ ഐലൻഡ്, നവാര. ഇത് ഓഫ് റോഡ് ഐലൻഡാ തോന്നുന്നുണ്ട്. നവാര ഐലൻഡ് ആണോ? ഓഫ് റോഡ് ഐലൻഡ്. നോമിനേഷോർ ഇത് മലയാ തോന്നുന്നുണ്ട്. ഞാനാ വിചാരിച്ചില്ല. ഓ കൊള്ളാം കേട്ടോ സീന്. പിന്നെ ഗെയിം പ്ലേ ഫുള്ള് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടാ. ഇനിയിപ്പോ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സെറ്റ് ആക്കി തരാം. ഫോർസ 5 എന്തായാലും കളിച്ച് റെഡിയാക്കാൻ പറ്റില്ല. അപ്പത്തേക്ക് എന്താ കൊടി എടുക്കാൻ പറ്റും. ഓ കൊടി എടുക്കാനുള്ള എന്താ മിഷന്, കൊറേ മിഷനും പരിപാടിയൊക്കെ ഉണ്ട്. എന്താ ഞാൻ തട്ടി ഉറപ്പിച്ച് എന്താ സാധനം? എഞ്ചിനല്ലേ ഇത്. എഞ്ചിൻ കൊള്ളാട്ടാ. നോക്കി അങ്ങനെ പോണത് കാണുന്നുണ്ടാ. അങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് നൈസ് ആയിക്കണം. ഭയങ്കര ഇഷ്ടമായി. ഇതാണ് അപ്പൊ നമ്മളെ തുടക്കത്തിൽ കളിക്കാനുള്ള കാർ. വണ്ടി ഇറങ്ങാൻ പറ്റുമോ? വണ്ടി നന്നാക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലേ. നൈസ്. പിന്നെ ക്യാമറ ഇന്റീരിയർ വരുന്നുണ്ട്, കുഴപ്പമില്ല. സിനിമാറ്റിക് സാധാ ക്യാമറ അറിഞ്ഞിട്ടുണ്ടോ? വണ്ടി തന്നെ ഇറങ്ങിയത്. എൻട്ര എടാ, അവന്മാര് കീബോർഡിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തടാ മൊബൈൽ ഗെയിം. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അത് കീബോർഡിന് വേണ്ടി ഒപ്റ്റിമൈസ് വെച്ചേ. നോക്കണ്ടേ കണ്ടാ എടാ, നീന്തണ്ടാ ചെക്കൻ കണ്ടാ. റിപ്ലഫക്റ്റ് കൊള്ളാം, നൈസ് ആയിക്കണം. എനിക്ക് ഇഷ്ടമായി. കൊള്ളാം, നൈസ്. എല്ലാ ബട്ടനും വർക്കാവും. ഇതടക്കം കൊള്ളാം, നൈസ് ആയിക്കണം. പാക്ക് തുറക്കാൻ പറ്റും. റഷ് വേണ്ട, പതുക്കായ മതി, തിരക്കൊന്നും. സോ ഇതാണ് അതെന്ത് പിടിച്ചിട്ട് വന്ന മാപ്പ്. എന്തോ നെക്കിയപ്പോ വന്ന മാപ്പ് അല്ലല്ലേ. ഇവിടെ അറിയേണ്ട നെയ്യി പോയിട്ടോ. ഇത് മിക്കവാറും ഞാൻ PC കളിക്കുന്നോണ്ടായിരിക്കും കേട്ടോ ഈ ലാഗ് കാണുന്നത്. ഇത് അത്യാവശ്യം മൊബൈലൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കുന്നു എന്ന് തോന്നുന്നു. ബഡ്ജറ്റ് ഫോൺ കാര്യമായിട്ടോ പറയണേ. ലോണിന്റെ കാര്യമില്ല, ലോണിന്റെ കാർഡ് പോലെ ഓഫ് റോഡ് അല്ലേ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ. ട്രാഫിക് ഉണ്ട് ട്രാഫിക് വരെ ഓഫ് റോഡ് അല്ല. പക്ഷെ ഓഫ് റോഡ് ആയി തോന്നിയുണ്ട്. ഓഫ് റോഡ് അല്ല, എന്താ ഫ്ലാഗ് ഫ്ലാഗ്. ഓക്കെ, ഓഫ് റോഡ് എന്തില്ലാത്ത കുറെ മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടി ഇതുണ്ട്. കുറച്ചടുത്ത് ഗെയിംപ്ലേ ഉണ്ട്. ഞാൻ എന്തായാലും ഫോണിൽ ഇരുന്ന് ഇങ്ങനെ കളിച്ചോട്ടെ. എന്നിട്ട് ഒപ്റ്റിമൈസർ ആണോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. ആ ഫ്ലാഗ് കിട്ടിയില്ല. അങ്ങോട്ട് പോകാൻ പറ്റുക. അപ്പുറത്തെ നൈട്രോ ഉണ്ടല്ലേ. നൈട്രോ എങ്ങനെയാണ്? ഏതാ ബട്ടൺ? പിന്നെ അല്ല നീയാ അത് അല്ല. മിഷൻ പർച്ചേസ് വാച്ച് ടവർ ടിക്കറ്റ്. വാച്ച് ടവർ മേടിക്കും. നമുക്ക് അടുത്തല്ലെങ്കിലും ഇല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം നമുക്ക് അൺലോക്ക് ആയിക്കണം. നമ്മൾ അൺലോക്ക് ആവാത്ത അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അൺലോക്ക് ആവാത്ത അതിലേക്ക് പോവാം. ബട്ട് നമ്മൾ അവിടെ നിന്ന് കളിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഒരു ഓഫ് റോഡ് ആയിരിക്കും.
അവിടേക്ക് കൊള്ളാൻ കേട്ടോ. നൈസായി ഗ്രാഫിക്സ് തിരക്കടില്ല. നൈസ്. ഡൽഹിയിലെ കുറെ പണിയാക്കി. നല്ല പ്രദേശം കൊള്ളാം. ഗ്രാഫിക്കലി കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അമ്മേ ജസ്റ്റ് മിസ് ഇപ്പൊ കൊണ്ട് പോയില്ല കണ്ടുകൂടിയത്. സോമിന് സപ്പോർട്ടുണ്ടോ? താഴോട്ട് പോട്ടാക്കാം. ഇത് ഫോണിൽ ഉറച്ചേ പി സിയിൽ ഞാനൊരു ഒന്നും ചെയ്യാണ്ട് നേരെ ഒറ്റത്തിനായിട്ട് വർക്കാവുന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് അൺഎക്സ്പെക്ടഡ് ആയി പോയി. ഇതിപ്പോ വർക്കാവുന്നു. ഇവിടെ ഒരു ഓഫ് റോഡ് ആവാൻ ചാൻസ് കാണുന്നു. ഓഫ് റോഡ് എന്തേ? ഓഫ് റോഡ് ഒന്നും ഇല്ല ഇവിടെ. ഇപ്പൊ തീർന്നി. ശരിക്കും ഓഫ് റോഡ് ഒന്നും ഇല്ല. ഒരു കാടല്ല അവിടെ കണ്ടേ. അവിടെ എടുത്തേക്കാം. ഓ ഡ്രോൺ അൺലോക്ക് ചെയ്യണം. അല്ലാതെ പിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കല്ല്. ഇവിടെ ഒരു കല്ലൊക്കെ. നൈട്രോ കൊള്ളാം. പറക്കും വണ്ടി പറക്കും. ഡാമേജ് ആക്കി കുഴപ്പമില്ല. ഇത് ഡാമേജ് സിസ്റ്റം ഉള്ളതുകൊണ്ടാവുള്ളൂ ഈ ഒരു റിട്ടേണിന്റെ ബട്ടൺ ഫ്രീ ആയിട്ട് കൊടുത്തത്. മറ്റേതിന് മുന്നേ പെയ്ഡായിരുന്നു. ഓർമ്മ ഉണ്ടാ? ആ ഗെയിം അന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അന്ന് പെയ്ഡായിരുന്നു. ഒന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മഡിന്റെ ഫിസിക്സ് നോക്കാനാണെങ്കിൽ ഞാനാ കളിക്കുന്നത്. കാണണ്ടത് നേരെ നിൽക്കണ്ടി. എന്തൊക്കെ ഒരു പുത്തരി എന്റെ വണ്ടിക്ക്. കേറണ്ടേ നൈട്രോഡ് ആണേ കേറിക്കോട്. ഇന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. നോമിന്റെ വണ്ടിക്ക് നിരപ്പോ പുത്തരിയാ. തീർന്നു. വണ്ടി തീരുമാനമായി. ശരിക്കും ഇതിന് ഡാമേജ് ഫിസിക്സ് നോക്കിയാലോ? എന്തിനാ മോളോട് കെട്ടി മറന്നിട്ട് ചാടിയാലോ? ഇത് ചെയ്യാൻ തോന്നുന്നു. അതൊക്കെയാ പക്ഷേ ഒളിക്കട്ടെ അങ്ങോട്ട് വണ്ടി. ഇവിടെ ഒരു മഡൊന്നും കാണുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ മഡൊന്നും ട്രൈ ചെയ്ത് നോക്കായിരുന്നു. തലകുത്തി മറിഞ്ഞ് വീഴാനുള്ളപ്പോ എന്താണ് നല്ല റാമ്പ് നീട്ടോ അവിടെ. ഇപ്പൊ മഡൊന്നും ഈ ഒരു ഏരിയ മലയാണ് അല്ലേ? അപ്പൊ അതൊക്കെ മലയാ. ഇങ്ങനെ കാണിക്കുന്നത് മലയാ. മഡ് 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 ഒക്കെ മലയായിരിക്കും ആവാനാ സാധ്യത. ചളി എവിടെയാണ് കാണാം. മഡ്ഡ് ഏതോ ട്രൈ ചെയ്യരുത്. ഇവിടേക്കൊക്കെ പോകേണ്ടി വരുമോ? ഇതൊന്നും വലിയ പടക്ക് പോകും. ശരി പരിപാടി. എന്താ ഒരു അൺലോക്ക്? എന്താ അതെന്താ? പെൻഡിയം ഇൻസ്റ്റന്റ് അൺലോക്ക്. അൺലോക്കിന് എന്ത് അൺലോക്ക്? ലെവൽ 3 അൺലോക്ക്. എന്ത് ഈ അൺലോക്ക്? ഓ അങ്ങനെ മൈക്രോ ട്രാൻസാക്ഷൻ്റെ അതെ അല്ലേ? എനിക്ക് കത്തിയില്ല. ഞാൻ നോക്കുന്നത് എന്താ അൺലോക്കിൻ്റെ അതാ അവർ പറയുന്നത്. വണ്ടി പൊളിച്ചടിക്ക് പണ്ടാറടിക്കട്ടെ. റീഫ്യൂവൽ വെഹിക്കിളാണ്. ഓക്കെ എന്താ ഇവിടെ ഇറങ്ങട്ടെ. ഇവിടേക്ക് ആക്സിഡന്റ് വേറെക്ക. ഓ മിഷൻ. ഇവിടെ മിഷനൊക്കെ ഉണ്ട്. അപ്പൊ അത് പിക്ക് ചെയ്യോ? മിഷനൊക്കെ എടുക്കല്ലേ ഇവിടുത്തെ? കൊള്ളാലോ. വണ്ടിനെ തീരുമാനമാക്കിയത്. വണ്ടി പോയാ തുടങ്ങിയതേ. ആ മട്ടേ നോക്കിയിരിക്കായിരുന്നു. എവിടെ ആയിരുന്നു ഇവിടുത്തെ? അപ്പൊ നമുക്ക് മഡ് ഫിസിക്സ് നോക്കാം. ഓ കൊള്ളാം. ഭയാനകമൊന്നും പറയില്ലേലും കൊള്ളാം. തിരക്കടില്ല. അവര് റിയാക്ട് ചെയ്യുന്നുണ്ട് മഡ് നമ്മളെ വണ്ടിക്ക് അനുസരിച്ച്. അതാണ് മഡ് ഫിസിക്സ്. ചളിയും കുളിപ്പിച്ച് ടയർമലൊക്കെ മഡ് ഓടിയാണല്ലോ. അല്ല ചാടാൻ പറ്റിയ ഏരിയ ഉണ്ടോ അവിടെ? അത് ചാടണമായിരുന്നു. അത് പുഴയിലേക്കുള്ള വയ്യ. വേണ്ട 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 വേണ്ട. കടൽ തീരം കണ്ടൊന്ന് മൈൻ ചെയ്യാനൊക്കെ. മൈൻ ചെയ്യാനല്ലേ അവിടെ കണ്ട്? അങ്ങനെ കഴിഞ്ഞ് ഓക്കെ സോൺ മൈൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ കേട്ടോ. എന്താ പിക്കപ്പ് പ്ലാസ്റ്റിക്. എന്താ ഇടിക്കാൻ മറക്കതൊക്കെ എന്താ? ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്. ജനറേറ്റർ ഇതൊക്കെ വേറെ എന്തൊക്കെ ഉണ്ട് ആക്ച്വലി. വേറെ വണ്ടി നോക്കിയാ ഒളിച്ചു വെച്ചിക്കണ്. പുകയുന്നോടാ. ഓക്കെ അപ്പൊ എഞ്ചിൻ പണിയായി. കത്തുന്നുണ്ട്. വണ്ടി തരാമെന്ന് നോക്കിയാ വണ്ടി പുതിയതായി. ഇത് എന്ത് തീർന്നെ? കൂടൂല പിന്നെ. അത് തീരുന്നുണ്ടല്ലേ? റിപ്പയറിങ് തീരുന്നുണ്ട് കേട്ടാ. കൂടുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എന്താ ഗെയിം. സോ കുഴപ്പമില്ല. നല്ല രസമുണ്ട്. ഇതാട്ടോ അതിന്റെ മാക്സ് ഗ്രാഫിക്സ്. പിന്നെ ഗ്രാഫിക്സ് എത്ര മാക്സ് ആണുള്ളത്? പുല്ലും ഇങ്ങനെ ആവും. അത് ഞാൻ കണ്ട് ശ്രദ്ധിച്ചാണ്. പക്ഷെ പറയാൻ പറ്റേ മെൻഷനെ പറ്റണേ ഉണ്ടോ? പുല്ലുണ്ടാ ചെരിഞ്ഞ. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്.
കൊള്ളാം. ഫിസിക്സ് വൈസിട്ട് രസമുണ്ട് കാണാൻ. നീ തിരിച്ച് വീട്ടിൽ പോകണം. ഇതാണ് അപ്പം നമ്മളെ ഗെയിമിനെ കുറിച്ച് എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ ബെറ്റർ ആക്കാൻ കുറേ ഒരു എന്താ പറയാ നമുക്കൊരു മിസ്സിങ് അത്രയായിട്ട് മാനായിട്ടില്ല. ഒരു സുഖമില്ല. ഐ മീൻ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഗ്രാഫിക്സും അതിതൊന്നും അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. ഞാൻ ഇതില് ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ കാർ സ്ട്രീറ്റിൻ്റെ അപ്പൊ ആ ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ നിലവിൽ ഇതിന് കിട്ടിക്കൊണ്ട് മാക്സിമം ഗ്രാഫിക്സ് കേട്ടോ, മറ്റേ ലോ ലൈൻ എന്നാലും. അപ്പോ കുഴപ്പമില്ല, വിഷ്വലി തിരക്കുകളില്ലാത്ത ലുക്കാണ്. ഇനി അപ്പൊ വലിയ സ്ക്രീനിൽ കണ്ടിട്ടാണോ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ മാതിരി തോന്നുന്ന അറിയില്ല. അത്ര വലിയ ഫാൻ അല്ല ഞാൻ, പക്ഷെ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിം വെച്ചാൽ എന്തൊക്കെ കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ട്, മൈനിങ്ങിൻ്റെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെ എന്തൊക്കെ എക്സ്ട്രാ എന്തൊക്കെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. എന്തായാലും കളിച്ച് നോക്കണം. ഞാൻ എന്തായാലും ഫോണിലേക്ക് കയറ്റി കളിച്ച് നോക്കണ്ടേ. ഫോണിൽ എനിക്ക് വെറുതെ കുത്തിരിക്കും എന്തായാലും ഇങ്ങനത്തെ കളിക്കാനാണ്. പി സിയിൽ വേറെ കുറെ ഗെയിമുകളായിട്ടായിട്ടൊന്നും കളിക്കാം. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ഞാൻ തന്നെ ആദ്യമായിട്ട് ചെയ്യാന്നുള്ള രീതിയിലായിട്ട് അറിഞ്ഞു, അതാണ് നേരത്തെ അങ്ങോട്ട് ഇട്ടത്. ഒന്ന് നോക്കാം. നിങ്ങളെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയാം എന്തൊക്കെ. അതാണ് ഇതിന്റെ കഥ. കൊള്ളാം. മോഡല് വണ്ടിന്റെ മോഡൽ ഇത്തിരി ബെറ്റർ ആയിരിക്കണം. വണ്ടി കാണാനൊക്കെ ഒരു ഹരം. അതിന്റെ ആ ഒരു സംഗതി ലോ ക്വാളിറ്റി മോഡൽ ഒരു മോഡൽ കുറച്ചത് ഹൈ ക്വാളിറ്റി അങ്ങനെ ഒരു അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. സോ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ ബൈ.